ചേട്ടൻ മനസ്സിലായാനാ? ഇല്ല. എനിക്കറിയാം കേശവ മാമൻ. അതല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ ട്രൂപ്പിൽ വന്നിട്ടുണ്ട്. എന്റെ ട്രൂപ്പില് ഇന്റർവ്യൂവിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ചേട്ടൻ. കൊച്ചിൻ ഗിന്നസ്. ആ, അത്രയും കലാകാരന്മാരവിടെ വന്നിട്ട് ചേട്ടൻ എന്നെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. എന്ത്? അവർക്കൊന്നും ഇല്ലാത്തൊരു കഴിവ് എനിക്കുണ്ടെന്ന്. എന്നിട്ടും ചേട്ടൻ എന്നെ ട്രൂപ്പിലെടുത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വിളിക്കും, വിളിക്കാതിരിക്കില്ല. ഇല്ല, എന്നെ എടുത്തില്ല. ഇല്ല, ഞാൻ വിളിക്കാതിരിക്കില്ല. എന്താ ഞാൻ പറഞ്ഞെന്താണ്? എനിക്ക് നല്ല കഴിവുണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല, ഞാൻ പറഞ്ഞ പ്രത്യേകത എന്ത് പ്രത്യേകത നിങ്ങൾക്ക് ഉള്ളതെന്ന് പറഞ്ഞു. എനിക്ക് സഭാകമ്പം ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞില്ലേ? സഭാകമ്പം. ആ, എന്നിട്ട് പോലും എടുത്തില്ല പിഷാരടി തന്നെ. സഭാകമ്പം ഉണ്ടെന്ന് പറയുന്നത് സ്റ്റേജിൽ ചെയ്യേണ്ട എന്തൊരു ഒരു കഴിവല്ല. പിന്നെ സഭാകമ്പം എന്ന് പറയുന്നത് സ്റ്റേജിൽ കയറുമ്പോൾ കാലിന്റെ മുട്ട് കൂട്ടിയിടിക്കുന്നതിന് പറയുന്ന പേരാണ് സഭാകമ്പം എന്ന് പറയുന്നത്. അതാണല്ലേ? ആ, പക്ഷെ അതൊക്കെ മാറിയിട്ടാ, അതൊക്കെ പോയി, അത് വേറെ വിട്ടേക്ക്. പിന്നെ ഞാൻ ഈ അടുത്തിടക്ക് ഒന്നും കൂടി വന്നായിരുന്നു വീട്ടിൽ. ആണോ? ആ, ചേട്ടൻ ഉറങ്ങണല്ലേ? ഒന്ന് ഫോൺ ചെയ്തിട്ട്. എന്തായിരുന്നു? 11 മണിക്ക് വരാൻ വേണ്ടി ഞാൻ 12 മണിക്കാണ് വന്നത്. ആ, അതാണ് ഒരു കലാകാരന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്താ? അഡ്വാൻസ് അല്ലേ? അഡ്വാൻസ് അല്ല, കൃത്യനിഷ്ഠ. ആ കൃത്യസമയത്ത് 11 മണിക്ക് തന്നെ എത്തണം. അപ്പൊ എന്നാലും എന്തെങ്കിലും ഒരു സംഭവം കൂടി തരാൻ വേണമെങ്കിൽ ഞാനിപ്പോ ഒന്ന് പ്രാക്ടീസ് ഒക്കെ സെറ്റപ്പ് ആയി പുള്ളി ഇവിടെ കുറച്ച് നാളായിട്ട് നമ്മുടെ കൂടെ ഉള്ള ആളാണ്. ഇവിടെ നിന്ന് ചെറിയ ചില കഴിവുകളൊക്കെ പുള്ളിക്കുണ്ട്. അപ്പോ സ്നേഹത്തോടു കൂടി ഇതങ്ങോട്ട് സ്വീകരിച്ച് ട്രൂപ്പിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമായിരുന്നു. എതിരില്ലാതെ സ്വീകരിക്കണം. അല്ല, എന്താണ് പുള്ളിക്കുള്ള കഴിവെന്നൊന്ന് കണ്ടാലേ അറിയാം. മാമൻ എന്തെങ്കിലും ഒരു കഴിവ് കാണിച്ചു കൊടുക്കാം. അല്ല, എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ ചെയ്യാം. അല്ല, എന്താന്ന് എനിക്കറിയില്ലല്ലോ. നിങ്ങളുടെ കഴിവ് എന്താന്ന് എനിക്ക്. ഞാൻ മിമിക്രിയിൽ ഞാൻ വെറൈറ്റി ആയിട്ട് നമ്മുടെ പ്രേം നസീർ സാറിന്റെ സൗണ്ട് അനുകരിക്കും. ഓഹോ, അതെന്ത് വെറൈറ്റിയാണ് ചേട്ടാ? എന്ത് വെറൈറ്റിയാണ് അതിന്? എത്ര കാലം ആദ്യത്തെ മിമിക്രിക്കാരൻ തൊട്ട് അനുകരിക്കുന്ന ഒരു ശബ്ദം. ആലപ്പിയ ഷെഫ് ആദ്യം കാണിക്കാൻ തുടങ്ങിയ ശബ്ദമാണ് ഈ പ്രേം നസീർ എന്ന് പറയുന്നത്. അത് നാച്ചുറൽ അല്ലേ? ആ, നാച്ചുറൽ അല്ലേ ഞാൻ ചെയ്യാൻ പോണത്? പിന്നെ പ്രേം നസീറിന് പനി വന്നാലുണ്ടാവുന്ന ശബ്ദം. പനി വന്നുള്ള ശബ്ദം വേരിയേഷൻ ആണ് ചെയ്യാൻ പോണത്. അത് നമ്മൾ ഇത്രയും കാലഘട്ടത്തിൽ ഇത്രയും TV പരിപാടികളിലും മിമിക്രികളും ഒക്കെ കണ്ടിട്ടും പ്രേം നസീർ സാറിന് പനി വന്ന ശബ്ദം ഇല്ല വിഷാരം. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഞാനിത് ചെയ്യണത്. ഒന്ന് കാണിക്കുമോ? കാണിക്കാം. ആ, ഒന്ന് ആക്ഷൻ ചെയ്തോ. ആ, അമ്മേ, എനിക്ക് വയ്യാമ്മേ. എനിക്ക് പനിയാണെന്ന് തോന്നുന്നു അമ്മേ. ഞാൻ എന്ത് ചെയ്യും? തലവേദനയും ഉണ്ടല്ലോ. പ്രസാദിട്ടാ മാറി നിൽക്കിൻ. ഇതാണോ പ്രേം നസീറിന്റെ ശബ്ദം? അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ശബ്ദം. അമ്മേ, അങ്ങനെയാണ് പറയേണ്ടത്. പനി വന്ന പ്രേം നസീറിന്റെ ശബ്ദം ചേട്ടൻ കേട്ടണ്ട? കേട്ടണ്ട? പനി വന്ന ശബ്ദം മാറ്റം ഉണ്ടാവും. ഇനി പനി വന്നാൽ ആരാലും ശബ്ദം മാറിപ്പോകൂലേ? മാറിപ്പോവും. ഇനി വേറെന്താ വെറൈറ്റി ഉള്ളത്? വെറൈറ്റി ആയിട്ട് ഇനിയുള്ളത് ഞാൻ ഒരു കാര്യം ചെയ്യാം. ജയനി പനി വന്ന് എടുക്കുകയാണ്. പനി വേണ്ട, വേണ്ട, പനി വേണം നിർബന്ധമില്ല. എങ്കിൽ പിന്നെ സുകുമാരനെ പനി വന്ന ശബ്ദം എടുത്താൽ. അതെങ്ങനെയാ? എങ്ങനെയാ അത്? അയ്യോ പനി. പിന്നെ വെറൈറ്റി ആയിട്ടെന്ന് പറഞ്ഞാല് നമുക്ക് ഞാനിപ്പോ ചേട്ടന്റെ ഫ്രണ്ട്സാണ് ഇവര്. ആര്? സിദ്ദിഖ് ലാൽ. അവരുടെ ശബ്ദം ഞാൻ അവർ വയസ്സായിട്ടുള്ള ശബ്ദം എടുക്കാം. വയസ്സായെന്ന് പറഞ്ഞാൽ ഇനിയും വയസ്സായിട്ട്? ഇനിയും തീരെ പ്രായമായ ഒരു ശബ്ദം. ആരുടെ ശബ്ദമാണ് ആദ്യം എടുക്കുന്നത്? രണ്ടുപേരെ ശബ്ദം. സിദ്ദിഖ് സാറിന്റെ ശബ്ദം. ഞാനും ലാലും കൂടെ പണ്ട് കൊച്ചിൻ കലാഭവനിൽ വരുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ വരുന്ന സമയമായിരുന്നു അന്ന് ഞാനും ലാലും പിന്നെ പ്രസാദും ഒക്കെ ചേർന്നാണ് കലാഭവൻ മുന്നോട്ട് കൊണ്ടുപോയത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ലാലിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ശ്രീ ലാൽ. പണ്ടത്തെ കാര്യം പറയുമ്പോ ഞാനും ശ്രദ്ധിക്കും പ്രഭാവം കൂടി ചേർന്നാണ് കലാവല്ലോ. സമയത്ത് ഞാൻ സിനിമയിൽ വരികയും ഞാൻ അവിടെ വെച്ച ഒരു പാട്ട് പാടുകയും ചെയ്തു. അത് സൂപ്പർ ഹിറ്റായിരുന്നു ആ കാലത്ത്. അത് എനിക്ക് ഓർമ്മ വരുന്നത്. കടകട പെണ്ണ സഹനായി പെരുകുന്നതില്ല. കടകട പെണ്ണ സഹനായി പെരുകുന്നതില്ല. അപ്പൊ ഏതായാലും
നിങ്ങളുടെ മിമിക്രി ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. പ്രോഗ്രാമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, പ്രോഗ്രാം വന്നിട്ടുണ്ട്. അത് ശരിയാ. അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനൊന്ന് ആലോചിച്ചാൽ. പക്ഷെ പുള്ളിനെ കൊണ്ടുപോകാൻ പറ്റൂല. എന്താ? എയർപോർട്ടിൽ ഇപ്പൊ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുവേ. അപ്പൊ നിങ്ങളുടെ എല്ലാ നടന്മാർക്കും പനി പിടിച്ചിരിക്കുന്ന കാരണം ഗൾഫിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാ ഞാൻ പനിയില്ലാതെ നടനായിട്ട് വരാം കേട്ടാ. ഓക്കെ. വിഷുവിന് വെച്ചിട്ടുണ്ടേ.